അതെ, CGL 2025 എഴുതാൻ പോകുന്ന എല്ലാവർക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇത്രയും നാൾ മോക്ക് ചെയ്ത സമയത്ത് 150, 140 കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പം 100 എത്തിക്കാൻ കഷ്ടപ്പെടുന്നു, 110 ആവാൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകളുണ്ട്. ഈ പരീക്ഷ അടുക്കാറാവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കിട്ടുമോ, SSC കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇത്ര നാൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്കും കാര്യങ്ങളും ഒന്നും ഈ പുതിയ കുറച്ച് ഒരു 2, 3, 4 ടോപ്പിക്കിൽ നിന്നും പുതിയ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പുതിയ മോക്കുകൾ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം മാത്രം നോക്കുക, ചെറപറാന്ന് എല്ലായിടത്തു നിന്നുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂ പാറ്റേൺ മോക്ക് ചെയ്യാതിരിക്കുക. ട്രസ്റ്റഡ് ആയിട്ട് ഒന്നുകിൽ ടെക്സ്റ്റ് ബുക്ക്, ഒലിവ് ബോർഡ് അതിൻ്റെ മാത്രം എഴുതുക, വേറെ ഒന്നും നിങ്ങൾ ന്യൂ പാറ്റേൺ ചെയ്യേണ്ട. അപ്പോൾ പുതിയ കുറേ ന്യൂ മോക്ക് എഴുതുന്നതിൽ ഒരർത്ഥവും ഇല്ല, അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ഷിഫ്റ്റുകൾ ചെയ്തോ, അത് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനത്തിൽ മാത്രം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, അല്ലാതെ സ്കോറിൽ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ ഈ സ്കോറിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ 140 കിട്ടുമായിരുന്നു, 150 കിട്ടുമായിരുന്നു, 160 കിട്ടുമായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ 100 കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ 110 കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്തല്ല, നിങ്ങൾക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്കോറിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന അതിൽ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് 90%, 95% എബോ മതി നമ്മുടെ Tier 1-ന്. അത് പ്രയാസമാണ്, അത് നേടിയെടുക്കാൻ നോക്കുക. നേരത്തെ 160 കിട്ടുന്നവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും മാർക്ക് വേണ്ട, അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 160 നേരത്തെ കട്ട് ഓഫ് 150 ഒന്നും പോകത്തില്ല. കട്ട് ഓഫ് 150 ഇങ്ങനെ പ്രയാസമാണെങ്കിൽ ഒരിക്കലും കട്ട് ഓഫ് എന്ത് പോകത്തില്ല, 150 പോകത്തില്ല. അതുപോലെ പുതിയ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക, അതുപോലെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക, അത് ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈസി ആയിട്ടുള്ള ചെയ്യുക. അതുപോലെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ഈ ന്യൂ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3, 4, 5 ടോപ്പിക്കേ വന്നിട്ടുള്ളൂ, അതിന് വരുമെന്ന് തന്നെ ഉറപ്പില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ മോണ്ടി ഹാൾ ചെയ്തു, മോണ്ടി ഹാളിൻ്റെ തന്നെ ഒരു 10-20 വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതുപോലെ വേറെ സ്ക്യൂനെസ് അതിൻ്റെയൊക്കെ ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങളെ പുതിയത് ഇനി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കുറച്ച് പഠിക്കാനുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അത് വന്നെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ വേറെ ഇനി ആവശ്യമില്ലാത്ത വീഡിയോസിലോട്ട് ഇനി പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്മുടെ മെൻസുറേഷൻ, 3D, നമ്പർ സിസ്റ്റം, ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് അതെല്ലാം പഠിച്ചോ. പ്രോബബിലിറ്റിയും പഠിച്ചോ. പ്രോബബിലിറ്റി ഈ വീഡിയോ ഇതിനകത്ത് തന്നെ ഉണ്ട്, ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കോർഡിനേറ്റ് ജോമെട്രി കുറച്ച് നല്ലോണം പഠിച്ചോ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വീഡിയോ ആയിട്ട് തരാം, അതില്ലെങ്കിലും കുഴപ്പമില്ല. ചുമ്മാ ഈ ബൈനറി നമ്മൾക്ക് എളുപ്പമാണ്, മോഡുലാർ അരിത്മെറ്റിക് വളരെ എളുപ്പമാണ്. പിന്നെന്താ കാൾ പിയേഴ്സൺ, അതൊക്കെ ഒരു വട്ടം കണ്ടാൽ മതി, ഒരു വീഡിയോ കണ്ടാൽ മതി. ചെറപറാന്ന് വീഡിയോ കാണേണ്ട ആവശ്യമില്ല. പിന്നെ റീസണിങ്ങിന് ക്രിട്ടിക്കൽ റീസണിങ് നല്ലൊരു വീഡിയോ, നല്ല വ്യൂ ഉള്ളൊരു വീഡിയോ, ക്രിട്ടിക്കൽ റീസണിങ് ഫോർ SSC CGL എന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി. 1-2 മണിക്കൂറിൻ്റെ വീഡിയോ കാണും, അല്ലെങ്കിൽ 3-4 ഒരൊറ്റ സിംഗിൾ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ അത് കാണുക. ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രയാസമായിട്ട് വരുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക. സ്കിപ്പ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക, ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. എല്ലാവർക്കും പ്രയാസമാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും. ഇത്രേ ഉള്ളൂ, ഇതിനെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ കളയാതിരിക്കുക.